എപ്പിസോഡിന്റെ തുടക്കത്തില് ഹീറോ ഇപ്പോ അവന്റെ കാല് വെച്ചാണ് അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുക. അവന്റെ കാലിന് ഇപ്പൊ 1 for all പവർ അത് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫ്ലാഷ് ബാക്കില് ഗാഡ്ജറ്റ്സ് പെണ്ണും പവർലോഡും അവന്റെ ഫ്രണ്ട്സും അവരെല്ലാവരും ചേർന്ന് അവന്റെ അടുത്ത് അവന്റെ പവർ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന് ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കന് എന്തുകൊണ്ട് അവന്റെ കാലുപയോഗിച്ച് അവന്റെ പവർ കൺട്രോൾ ചെയ്തുകൂടാ എന്നൊരു ഐഡിയ ഉണ്ടാവുക. അതനുസരിച്ച് അവന്റെ കാലിന് പറ്റിയ ഗാഡ്ജറ്റ്സും അവർ റെഡിയാക്കി കൊടുത്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഇസുക്ക് പയ്യന് അവന്റെ പവർ അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു. ആക്ച്വലി കണ്ണാടി പയ്യനാണ് അവൻ ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്തത്. കാരണം കണ്ണാടി പയ്യനും അവന്റെ പവർ അവന്റെ കാലിലാണ്. ഹീറോയെ പോലെ ഇപ്പൊ കണ്ണാടി പയ്യനും ചോപ്പനും മോമോ പെണ്ണും അവരെല്ലാവരും അവരുടെ പവർ അതിപ്പോ അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞു. ചിരിക്കുട്ടൻ അവനിപ്പോ ഹീറോയോട് പറയും, നീ ഓൾറെഡി ഇപ്പൊ എല്ലാ പരീക്ഷയും പാസ്സായി കഴിഞ്ഞു. എനിക്ക് നിന്നെ കാണുമ്പോ ഇപ്പൊ ഒരുപാട് അഭിമാനാണ്. ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നീ സമാധാനത്തിന്റെ അടയാളമായി മാറും. ചിരിക്കുട്ടൻ പതിയെ നടന്നു വന്ന് ഇപ്പൊ ചപ്പർത്തലേനോട് കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറയും. ചപ്പർത്തലേനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അപ്പൊ അതേ സമയത്ത് നമ്മുടെ ബി മാസ്റ്റർ അവിടേക്ക് വരും. ആള് നിലവിളിച്ചു പറയും, ഈ ഒരു ടൈം അത് ബി സെക്ഷനിലെ പിള്ളേർക്ക് ട്രെയിനിങ് എടുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഉടനെ പുറത്തേക്ക് പോകണം. അതിന് ഐസമ മാസ്റ്റർ പറയും, ഇനിയും 10 മിനിറ്റ് കൂടെ ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ ഓവറാക്കിയാൽ മതി എന്ന് പറയുമ്പോ ഇപ്പൊ മാസ്റ്റർ ചമ്മി ഐസായി പോവും. അപ്പൊ നമ്മുടെ ആൾക്കാർ എപ്പോഴും കളിയാക്കുന്ന ആ ഒരു ചെക്കൻ അവനിപ്പോ വീണ്ടും അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ കളിയാക്കാൻ തുടങ്ങും. ഐസമ മാസ്റ്റർ ഇപ്പൊ വീണ്ടും സ്റ്റുഡൻസിനോട് പറയും, ആക്ച്വലി ഈ ഒരു പ്രൊവിഷൻ ടെസ്റ്റ് അത് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കും. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ഒരു ടെസ്റ്റ് നടക്കുക. ഈ ഒരു ടെസ്റ്റില് ഫസ്റ്റ് ഇയേഴ്സ് വളരെ കുറവായിരിക്കും. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് മാത്രമേ ഈ ഒരു ടെസ്റ്റ് അത് ക്രാക്ക് ചെയ്യാൻ കഴിയൂ. നിങ്ങൾക്കും അത് ക്രാക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ രാത്രി പകലാക്കി പ്രാക്ടീസ് ചെയ്യണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ഹോസ്റ്റലിലേക്ക് വരും. അപ്പം നമ്മുടെ പുലിക്കുട്ടി പെമ്പിള്ളേര് അവരിപ്പോ കാര്യമായിട്ട് ട്രെയിനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിലൊരു പെണ്ണ് ഇപ്പൊ ഡോറയോട് നിനക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ചോദിക്കും. അതിനവൾ ഒരുപാട് സന്തോഷത്തോടു കൂടെ പറയും, എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്റെ ട്രെയിനിങ്ങിനും എന്റെ മനസ്സിനും രണ്ടിനും ഇപ്പൊ ഒരുപോലെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അത് കേൾക്കുമ്പോ അവളുടെ ഫ്രണ്ട്സിന് മനസ്സിലാവും അവൾക്ക് ആരോടോ ഒരു കൊച്ചു പ്രേമമുണ്ടെന്ന്. അവരെല്ലാവരും അവളോട് അതാരാണെന്ന് ചോദിക്കും. അതിനവളാവട്ടെ ഇപ്പൊ നാണിച്ച് മുഖം താഴ്ത്തി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവളുടെ ഫ്രണ്ട്സ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് അവളെ റൗണ്ട് ചെയ്യും. ഡോറപ്പെണ്ണ് ടെൻഷനായിട്ട് ഇപ്പൊ പുറത്തേക്ക് നോക്കും. അപ്പൊ അവള് കാണും അവളുടെ പ്രാണനാഥൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കാണുമ്പോ നമ്മുടെ പെണ്ണിന് വീണ്ടും ഒരുപാട് സന്തോഷാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം പ്രൊവിഷണൽ ലൈസൻസ് എടുക്കുന്ന ആ ഒരു സുദിനം ഇപ്പൊ വന്നെത്തും. നമ്മുടെ ആൾക്കാരെല്ലാവരും അവരുടെ തിങ്സ് ഒക്കെ എടുത്ത് കറക്റ്റ് സ്പോട്ടിലേക്ക് ഇപ്പൊ ഹായ് ആയിട്ട് വരും. മാസ്റ്റർ പറയും, ഈ ഒരു ലൈസൻസ് അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് സെമി പ്രോ ഹീറോസായി മാറും. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പവർ എപ്പോ വേണമെങ്കിലും വില്ലന്മാർക്ക് നേരെ പ്രയോഗിക്കാം. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ കാര്യമായിട്ട് സംസാരിക്കുമ്പോ ഏതോ ഒരു ചെക്കൻ അവിടേക്ക് ഓടി വന്ന് നമ്മുടെ ആൾക്കാരെ നോക്കി ഇപ്പൊ സല്യൂട്ട് അടിക്കും. ഇവനെന്താ പ്രാന്താണോന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവര് പരസ്പരം നോക്കും. ആക്ച്വലി ഈ ചെക്കനെ ഐസമ മാസ്റ്ററിന് കറക്റ്റ് ആയിട്ട് അറിയാം. സ്കൂളിന്റെ ഇന്റർവ്യൂ ടൈമില് ഇവനും ഫസ്റ്റ് റെക്കമെൻഡേഷനില് അഡ്മിഷൻ എടുക്കാനായി സ്കൂളിലേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നീട് എന്തോ കാരണത്താല് സ്കൂൾ വേണ്ടാന്ന് പറഞ്ഞ് അവൻ മറ്റൊരു സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് വേറൊരു സൗണ്ട് കേൾക്കും. അതാരാണെന്ന് നോക്കിയാ വേറൊരു പെങ്കൊച്ച്. അവളെ കണ്ടും നമ്മുടെ മാസ്റ്ററിന്റെ ഫ്യൂസ് പോവും. ഇവളുടെ പേരാണ് സ്മൈൽ ഹീറോ. ആക്ച്വലി ഇവളുടെ സ്പെഷ്യൽ പവർ അത് മറ്റുള്ളവരെ ചിരിപ്പിച്ച് അവരുടെ കൺട്രോൾ കളഞ്ഞ് നൈസായിട്ട് അവർ ലോക്ക് ചെയ്യും. അവളിപ്പോ അവിടേക്ക് വന്ന ഉടനെ നമ്മുടെ മാസ്റ്ററിനോട് ചോദിക്കും, വിൽ യു മാരി മീ? പിന്നീട് അവൾ തുടർച്ചയായിട്ട് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ പറഞ്ഞ് മാസ്റ്ററിനെ ചിരിപ്പിക്കാൻ തുടങ്ങും. അവളുടെ തൊട്ടുപുറകെ അവളുടെ ടീം മെമ്പേഴ്സും ഇപ്പൊ അവിടേക്ക് വരും. അവരവിടേക്ക് വന്ന ഉടനെ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ഷെയ്ക്കാനൊക്കെ കൊടുത്ത് അവരോട് ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ തുടങ്ങും. ചപ്രത്തലേനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവരുടെ പുറമെ മാത്രമേ ആ ചിരിയുള്ളൂ. അവരുടെ അകത്ത് നമ്മുടെ ആൾക്കാരോട് ദേഷ്യവും കുശുമ്പും മാത്രമാണെന്ന്. ചപ്രത്തലേൻ ഒരുത്തന്റെ കൈ തട്ടി മാറ്റി അവിടുന്ന് നടന്നു പോവും. അപ്പൊ മറ്റൊരു ഭാഗത്ത്
ഒരുപാട് ഗേൾസ് ഇപ്പൊ ടോഡ്രോക്കിയുടെ ഓട്ടോഗ്രാഫ് ചോദിക്കും. അത് കാണുമ്പോ നമ്മുടെ മാസ്റ്ററിന് ഇപ്പൊ ഒരുപാട് കലി കയറും. ആള് ദേഷ്യപ്പെട്ട് ഇപ്പൊ എല്ലാവരോടും ഡ്രസ്സ് മാറാനായി അകത്തേക്ക് പോകാൻ പറയും. നമ്മുടെ ആൾക്കാർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പൊ രജിസ്ട്രേഷന് വേണ്ടി അകത്തേക്ക് വരും. അപ്പൊ ആ ഒരു ഹാളില് ഇപ്പൊ ഒരുപാട് ആൾക്കാരെ കാണുമ്പോ നമ്മുടെ ആൾക്കാർക്ക് ടെൻഷനാവും. ആ ഒരു സെന്ററിൽ ഇപ്പൊ ടോട്ടൽ 1510 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പൊ അവിടേക്ക് ഇപ്പൊ ഒരു ഉറക്കം തൂങ്ങി അപ്പൂപ്പൻ വരും. ആളാണ് കാൻഡിഡേറ്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൊടുക്കുന്ന ആള്. അപ്പൊ ഉറക്കം തൂങ്ങി മാസ്റ്റർ പറയും ഇപ്പൊ ഹീറോസിന് എല്ലാവർക്കും ചീത്തപ്പേരാണ്. ഹീറോസ് എല്ലാവരും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് ഓരോരോ കാര്യങ്ങള് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. ഒരു കണക്കിന് പറഞ്ഞ അതും ശരിയാണ്. അതുകൊണ്ട് ആ ഒരു ദുഷ്പേര് ചേഞ്ച് ചെയ്യാൻ ഇപ്പൊ ഒരുപാട് സൂപ്പർ ഹീറോസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിലും ആദ്യം നോക്കുക ഒരാളുടെ സ്പീഡായിരിക്കും. ആരൊക്കെയാണോ സ്പീഡില് അവരുടെ മിഷൻസ് അത് കംപ്ലീറ്റ് ചെയ്യുക അവർക്ക് മാത്രമേ ഈ ഒരു ലൈസൻസ് കിട്ടൂ. അതായത് നിങ്ങൾ ടോട്ടൽ 1500 പേരുണ്ട്. ഈ ഒരു മത്സരം കഴിയുമ്പോൾ ഫസ്റ്റ് ബാറ്റിൽ കഴിയുമ്പോൾ അതിൽ 100 പേരെ മാത്രമായിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും. പിന്നീടുള്ള ബാറ്റില് ആ 100 പേർക്ക് മാത്രമായിരിക്കും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. കാരണം മാസ്റ്റർ പറഞ്ഞത് ടോട്ടൽ പാർട്ടിസിപ്പൻസിന്റെ 50% ആൾക്കാർക്ക് ഈ ലൈസൻസ് അത് കിട്ടുമെന്നാണ്. പക്ഷെ ഉറക്കം തൂങ്ങി പറയുന്നത് വെറും 1% ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ലൈസൻസ് അത് കിട്ടൂ എന്ന്. കട്ട് ചെയ്ത ഉറക്കം തൂങ്ങി വീണ്ടും പറയും ആദ്യത്തെ ബാറ്റില് അതിലെല്ലാ കാൻഡിഡേറ്റ്സിനും 3 ബോൾസ് തരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യില് 3 ബോൾസ് എക്സ്ട്രാ തരും. ആ 3 ബോൾസ് ഉപയോഗിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ബോൾസ് അടിച്ചു തകർക്കുക. ബോൾസ് നഷ്ടപ്പെടുന്നവൻ ഫെയിലാവും. ഓപ്പണൻസിന്റെ ബോള് അത് അടിച്ചു തകർത്ത് സ്വന്തം ബോൾ സേവ് ചെയ്യുന്നവര് ഈ ഒരു ബാറ്റിൽ ജയിക്കും. കാൻഡിഡേറ്റ്സ് എല്ലാവരും പാനിക് ആയിട്ട് ഇപ്പൊ പരസ്പരം എന്തൊക്കെയോ പറയാൻ തുടങ്ങും. അപ്പൊ ഉറക്കം തൂങ്ങി പറയും ഇനി 1 മിനിറ്റിനുള്ളില് ബാറ്റില് അത് ആരംഭിക്കും. ആൾ ഓപ്പൺ എന്ന് വിളിച്ചു പറയും. അപ്പൊ ആ ഒരു റൂം അത് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ 4ആയിട്ട് പിളർന്ന് അവരിപ്പോ വലിയൊരു ഗ്രൗണ്ടിലേക്ക് എത്തും. കാൻഡിഡേറ്റ്സ് എല്ലാവരും വണ്ടടിച്ച് ചുറ്റും നോക്കും. അപ്പൊ ആ ഗ്രൗണ്ടിന്റെ ചില ഭാഗത്ത് ഇപ്പൊ വലിയ മൗണ്ടെയിൻ കാണും, മറ്റൊരു ഭാഗത്ത് വലിയ നദി, മറ്റൊരു ഭാഗത്ത് ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ആയിട്ടുള്ള സ്ഥലം എന്നിങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പിച്ച്. കാരണം ഓരോരുത്തർക്കും ഓരോ പവറാണ്. അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് കംഫർട്ട് ആവുന്ന ഏരിയ വേണം. അതുകൊണ്ട് തന്നെ വന്ന കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും അവർക്ക് കംഫർട്ടായ സ്ഥലം അത് തെരഞ്ഞെടുക്കാൻ പറ്റും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ കോമഡി പെണ്ണ് അവൾ എന്തൊക്കെയോ വളിപ്പൊക്കെ പറഞ്ഞ് ഐസമ മാസ്റ്ററിനെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വെറുപ്പിക്കും. കട്ട് ചെയ്ത ഗ്രൗണ്ടില് ഇപ്പൊ ഇസുക്ക് പയ്യൻ അവന്റെ ഫ്രണ്ട്സിനോട് പറയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ടീം വർക്കായിട്ട് കളിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൽ ജയിക്കാൻ പറ്റുമെന്ന് പറയും. അതിന് ചപ്രത്തലയും ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിത് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ എവിടേക്കോ പോവും. അവന്റെ തൊട്ടു പിന്നാലെ ചോപ്പനും ക്യാമിനാരിയും അവരും അവന്റെ പിന്നാലെ പോവും. അതുപോലെ തന്നെ നമ്മുടെ ടോഡ്രോക്കി അവനും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ഏതോ ഒരു ഭാഗത്തേക്ക് പോവും. കട്ട് ചെയ്ത ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് സാഡായിട്ട് നിൽക്കും. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് അവനോട് ചോദിക്കും എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഇസുക്ക് പറയും ആക്ച്വലി നമ്മൾ ഈ ബാറ്റില് തോൽക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്പോർട്സ് മീറ്റില് നമ്മുടെ പവറും നമ്മുടെ ലിമിറ്റേഷൻസും ലോകം മുഴുവനും കണ്ടതാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാ കാൻഡിഡേറ്റ്സിനും നമ്മുടെ വീക്ക് പോയിന്റ് കറക്റ്റ് ആയിട്ട് അറിയാം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അതേ കാര്യം തന്നെയായിരിക്കും ഇവിടെ കോമഡി പെണ്ണ് ഇപ്പൊ ഐസമ മാസ്റ്ററിനോട് പറയാ. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. അവര് കരുതിയതുപോലെ എല്ലാ സ്കൂളിലെ സ്റ്റുഡൻസും നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി ഇപ്പൊ പാഞ്ഞടുക്കാണ്. പക്ഷെ ഐസമ മാസ്റ്റർക്ക് നമ്മുടെ ആൾക്കാരെ നല്ല വിശ്വാസമാണ്. അവര് സ്റ്റാർട്ടിങ്ങിൽ വീക്കാണെങ്കിലും എൻഡിലേക്ക് എത്തുമ്പോ അവരത്ര എളുപ്പത്തില് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ടീമായിട്ട് നിന്ന് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.